നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, കാരണം 40,000-ൽ കൂടുതൽ എന്നെ ഫോളോവേഴ്സ് ഉണ്ട്, അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ഇന്നത്തെ ഫലം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഫലം അറിയിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്നത്തെ ദിവസം നമുക്ക് പല കാര്യങ്ങളും അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനും, അപ്പോൾ ചില കൊള്ളാത്ത ദിവസമാണെങ്കിൽ അത് മാറ്റിവെക്കാനും നിങ്ങളെ മുന്നേ കൂട്ടി അറിയിക്കാനും, ദിവസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ദിവസം, ഇന്നത്തെ നല്ല നക്ഷത്രമാണ് ശരിക്കും മകൻ നക്ഷത്രം. അപ്പോൾ ശുഭനക്ഷത്രവും ശുഭദിനവുമായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. നമുക്ക് എന്ത് കാര്യത്തിനും ഇറങ്ങാം. ബുധൻ എപ്പോഴും പ്രവൃത്തികാരകനാണ്. ഒരു കാര്യവും മാറ്റിവെക്കരുത്. ഒരു ഇൻ്റർവ്യൂവിനാവട്ടെ, ഒരു ജോലിക്ക് ശ്രമിക്കാനാവട്ടെ, ഒരു ആപ്ലിക്കേഷൻ അയക്കാനാവട്ടെ, അതുപോലെ മറ്റൊരാളിനെ പോയി കാണാനാവട്ടെ, ഓരോ കാര്യങ്ങൾക്ക് ഏറ്റവും ശോഭനമായ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ചിലപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയിലും അങ്ങനെ നല്ല സമയം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ദിവസം കൊള്ളാമെങ്കിൽ നക്ഷത്രം കൊള്ളൂലായിരിക്കാം. ഇങ്ങനെ പല കാര്യത്തിലുള്ള കാരണം ഇന്ന് എല്ലാം കൊണ്ട് ഒത്തു വന്നിരിക്കുന്നവരാണ്. അപ്പോൾ കുംഭമാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാവട്ടെ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. തൊഴിൽ പുരോഗതി ഉണ്ടാവും. ഉദ്യോഗം ഇല്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും. അതുപോലെ ബിസിനസ്സാദി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ഉണ്ടാവും. ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു വർഷമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ നമുക്ക് നല്ലൊരു അവസ്ഥ എല്ലാ വർഷവും ഇങ്ങനെ കിട്ടണമെന്നില്ല. കിട്ടുന്ന വർഷത്തെ നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊള്ളണം. കാരണം ജീവിതയാത്രയിൽ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ഇന്നത്തെ ദിവസം നാളെ കിട്ടത്തില്ല. അതുകൊണ്ട് അത് നോക്കി മുന്നോട്ട് പോകണം. ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാലം നോക്കി പോകണം. കാരണം കലണ്ടറിൽ കോമൺ ആയിട്ടാണ് രാഹുകാലം കൊടുത്തിരിക്കുന്നത്. അത് രാഹുകാലം കൊടുത്തിട്ടുണ്ട്. ഇന്ന് 12 തൊട്ട് 1:30 മണി വരെ രാഹുകാലം ഒന്ന് കൊടുത്തിട്ടുണ്ട്. 12 മണി തൊട്ട് രാഹുകാലം തുടങ്ങൂല. 12:34 തൊട്ട് 2 മണി 4 മിനിറ്റ് വരെയാണ് രാഹുകാല സമയം. ഈ സമയം യാത്രയ്ക്ക് ശ്രദ്ധിച്ചോളണം. ശുഭയാത്രകൾ തുടങ്ങാനായിട്ട് രാഹു ഉണർന്നിരിക്കുന്ന സമയമായതുകൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാക്കും. അതുപോലെ എല്ലാ ദിവസവും 3 മണിക്കൂറോളം നേരം പ്രപഞ്ചം തന്നെ ഗുളികനും യമകണ്ഠനുമായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്രയും നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പേരാണ്. അപ്പോൾ ഗുളിക കാല സമയം വരുന്നത് 11 മണി 5 മിനിറ്റ് തൊട്ട് 12:34 വരെയും, യമകണ്ഠൻ്റെ കാല സമയം വരുന്നത് 8 മണി 6 മിനിറ്റ് തൊട്ട് 9:35 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും നമുക്കല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്, എങ്കിലും അഭിജിത്ത് മുഹൂർത്തത്തിൽ ഉണ്ട്. 12 മണി 10 മിനിറ്റ് തൊട്ട് 12:58 വരെയാണ്. ഇതിനിടയ്ക്ക് 4 മിനിറ്റ് നേരം കൊള്ളൂല. ശരിക്ക് 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വസ്ത്രം ധരിക്കുമ്പോൾ പ്രധാനമായിട്ട് ശരിക്ക് പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അത് പച്ച ആയിട്ട് ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ളതോ ഇല്ലെങ്കിൽ തന്നെ ഒരു പച്ച കളർ തുണി കർച്ചീപ്പായിട്ടോ കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി, ബുധൻ്റെ പവർ ബോഡിയിലേക്ക് കയറ്റാൻ സഹായിക്കും, ആഗിരണം ചെയ്യും. നമ്മളെ ആ പ്രകാശകിരണങ്ങൾ, ബുധൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.